ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ജൂറിസ്പ്രുഡൻസിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആദ്യമായി നമ്മൾ പരിശോധിക്കുന്ന ലോ എന്നാൽ എന്തെന്നാണ്. വാട്ട് ഈസ് ലോ? ലോയുടെ ഉത്തരം ഡെഫിനിഷനായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്. ലോ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം റൂളുകളാണ്. വാട്ട് ഈസ് ലോ? ലോ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്. എന്തിനു വേണ്ടിയുള്ളത്? ലോ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ്. The law is created and enforced by social and government institution and government institution to regulate the conduct. ഇതിനെയാണ് ലോ എന്ന് പറയുന്നത്. What is law? Law is a set of rules. ലോ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് റൂളുകളെയാണ്. ലോ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ക്രിയേറ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു റെഗുലേറ്റ് ദ കോണ്ടക്ട്. ഇതിനെയാണ് ലോ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ലോ എന്ന ചോദ്യത്തിന് ഉത്തരവാണ്. ഇനി എന്തിനു വേണ്ടിയാണ്? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലോ? ദ പർപ്പസ് ഓഫ് ലോ ഈസ് ഒന്ന്, മെയിൻറ്റെയിനിങ് ഓർഡർ. ലോ ആൻഡ് ഓർഡറെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒന്നാമത്തെ പർപ്പസ്. ലോയുടെ ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ഓർഡർ. രണ്ടാമത്തത് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. രണ്ടാമത്തെ എന്താ? എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്. ഒന്നാമത്തെ മെയിൻറ്റെയിനിങ് ഓർഡർ, രണ്ടാമത്തത് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്, മൂന്നാമത്തത് റിസോൾവിംഗ് ദ ഡിസ്പ്യൂട്ട്. ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുമ്പോൾ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ റിസോൾവ് ചെയ്യുക. റിസോൾവിംഗ് ദ ഡിസ്പ്യൂട്ട്. ഒന്ന് the maintaining order, number 2 establishing standard, മൂന്നാമത്തെ resolving dispute, നാലാമത്തെ protecting liberty and rights. ലിബർട്ടിയും റൈറ്റ്സും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ദീസ് ആർ ദ പർപ്പസ് ഓഫ് ലോ. ഒരു ലോ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലോ ഉണ്ടാക്കുന്നത് മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ, എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്, റിസോൾവിംഗ് ഡിസ്പ്യൂട്ട് ആൻഡ് പ്രൊട്ടക്ടിംഗ് ദ ലിബർട്ടി ആൻഡ് റൈറ്റ്സ്. ദീസ് ആർ ദി പർപ്പസ് ഓഫ് ലോ. അടുത്തത് ഫങ്ഷൻസ് ഓഫ് ലോ ആണ്. മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആണ് ഒന്നാമത്തെ ഫങ്ഷൻ. ഫസ്റ്റ് ഫങ്ഷൻസ് ഓഫ് ലോ ഈസ് മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. നമ്പർ 2 പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ കൺട്രോൾ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം. പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നു. റെഗുലേഷൻസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യുന്നു. റെഗുലേഷൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ്. പിന്നെന്താണ്? ഇന്ററാക്ഷണൽ റിലേഷൻസ്, ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ്. എന്തൊക്കെ? മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്, പിന്നെന്താണ്? കൺട്രോൾ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം, റെഗുലേഷൻസ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി, റെഗുലേഷൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് ലോ. അടുത്തതായി ഡിഫറെന്റ് സ്കൂൾ ഇൻ ജൂറിസ്പ്രുഡൻസ്. ജൂറിസ്പ്രുഡൻസിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കൂളുകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തെ അനലിറ്റിക്കൽ സ്കൂൾ. ജൂറിസ്പ്രുഡൻസിലെ ഒന്നാമത്തെ അനലിറ്റിക്കൽ സ്കൂൾ, രണ്ടാമത്തെ ഹിസ്റ്റോറിക്കൽ സ്കൂൾ, മൂന്നാമത്തെ ഫിലോസഫിക്കൽ സ്കൂൾ, നാലാമത്തെ റിയലിസ്റ്റിക് സ്കൂൾ, ഏറ്റവും അവസാനം സോഷ്യോളജിക്കൽ സ്കൂൾ. There are five important schools in jurisprudence. There are 5 important schools in jurisprudence. ഒന്ന് അനലിറ്റിക്കൽ, 2 ഹിസ്റ്റോറിക്കൽ, 3 ഫിലോസഫിക്കൽ, 4 റിയലിസ്റ്റിക്കൽ, ലാസ്റ്റ് വൺ സോഷ്യോളജിക്കൽ. ജൂറിസ്പ്രുഡൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജൂറിസ്റ്റിന്റെ പേരാണ് ജോൺ ഓസ്റ്റിൻ. ജോൺ ഓസ്റ്റിൻ, അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ജൂറിസ്പ്രുഡൻസ്. അപ്പോൾ ജോൺ ഓസ്റ്റിൻ ഈസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ജൂറിസ്പ്രുഡൻസ്. ഇംഗ്ലീഷ് ജൂറിസ്പ്രുഡൻസിന്റെ ഫാദർ ആണ് ജോൺ ഓസ്റ്റിൻ. ഇനി അദ്ദേഹം ഒരു സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്, അതിന്റെ പേര് അനലിറ്റിക്കൽ സ്കൂളാണ്. അപ്പോൾ ജോൺ ഓസ്റ്റിൻ ഈസ് ദ founder of analytical school. John Austin is the father of English jurisprudence. He is the founder of analytical school of jurisprudence. അദ്ദേഹം എന്ത് ചെയ്തു? He started the scientific arrangement of English law. ഇംഗ്ലീഷ് ലോയെ സയന്റിഫിക്കലി അറേഞ്ച് ചെയ്ത ആളിന്റെ പേരാണ് ജോൺ ഓസ്റ്റിൻ. ജോൺ ഓസ്റ്റിൻ is the father of English jurisprudence. John Austin is the founder of analytical school. He started a scientific arrangement of English law.
പിന്നെയോ ഹി വാസ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഇംഗ്ലീഷ് ലോയെ സയന്റിഫിക്കലി അറേഞ്ച് ചെയ്യാൻ കാരണം? അതിന്റെ ഉത്തരം ഇതാണ്: ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സയന്റിഫിക് ട്രീറ്റ്മെന്റ് ഓഫ് റോമൻ ലോ. റോമൻ ലോയുടെ സയന്റിഫിക് ട്രീറ്റ്മെന്റ് വളരെ വലിയ തോതിൽ ഇദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് ഹി സ്റ്റാർട്ടഡ് ദ സയന്റിഫിക് അറേഞ്ച്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ലോ. ഇനി അദ്ദേഹം പറയുന്നത് ഹി ബിലീവ്ഡ് ദാറ്റ് ദ ലോ ഈസ് ഓൺലി ദ അറേഞ്ച്മെന്റ് ഓഫ് അഗ്രിഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ലോ. എന്താണ്? ഹി ഈസ് ബിലീവ്ഡ് ദാറ്റ്, അതായത് ജോൺ ഓസ്റ്റിൻ ബിലീവ്ഡ് ദാറ്റ് ദ ലോ ഈസ് ഓൺലി ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ലോ. ഇൻഡിവിജ്വൽ ലോയുടെ അഗ്രിഗേറ്ററാണ്. കുറേയേറെ ഇൻഡിവിജ്വൽ ലോ കൂടിച്ചേർന്നാൽ അതെന്തായി? പ്രധാനപ്പെട്ട ലോയായി മാറി. അതാണ്. അപ്പോ ജോൺ ഓസ്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ജൂറിസ്പ്രുഡൻസ്, ഫൗണ്ടർ ഓഫ് അനലിറ്റിക്കൽ സ്കൂൾ, സ്റ്റാർട്ടഡ് എ സയന്റിഫിക് അറേഞ്ച്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ലോ. He was influenced by the scientific arrangement of Roman law. He believed that the law is the only aggregate of individual law. അടുത്ത ലോയും ജസ്റ്റിസും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് ലോ? ലോ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ലോ ഇസ് സെറ്റ് ഓഫ് റൂൾസ്. ലോ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം റൂളുകളാണ്. ലോ ഇസ് സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ സോഷ്യൽ ഓർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനെയും എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി എൻഫോഴ്സ് ചെയ്യപ്പെട്ട ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് ലോ എന്ന് പറയാം. അപ്പൊ ലോ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ സോഷ്യൽ ഓർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു റെഗുലേറ്റ് ദ കോണ്ടക്ട്. ഇതിനെയാണ് ലോ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഇതിന്റെ കൂടെ പറയുന്നത് ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സയൻസ് ആൻഡ് ദ ആർട്ട് ഓഫ് ജസ്റ്റിസ്. ഇതിനകത്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർട്ട് ഓഫ് ജസ്റ്റിസിന്റെ സയൻസും ആർട്ടും. അതാണ് ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് ജസ്റ്റിസ്. ജസ്റ്റിസിന്റെ ആർട്ടും സയൻസിനെയും കുറിച്ച് പറയുന്നു. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സയൻസ് ആൻഡ് ദ ആർട്ട് ഓഫ് ജസ്റ്റിസ്. ഇതാണ് ലോ. എന്നാൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താ? ജസ്റ്റിസ് എന്ന വാക്കുണ്ടായത് the word justice is derived from the Latin word the janger. ജാങ്കർ എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ് എന്തുണ്ടായത്? ഈ ജസ്റ്റിസ് എന്ന വാക്കുണ്ടായത്. The word justice is derived from the Latin word janger, which means the bind together. Bind together, പരസ്പരം കെട്ടുന്നതിന് വേണ്ടി, അല്ലെ, കൂട്ടിക്കെട്ടപ്പെട്ട എന്ന അർത്ഥത്തിലാണ് എന്ത്? bind together. അപ്പൊ it is derived from the Latin word janger, means to bind together. ഇതാണ് ജസ്റ്റിസ്. അപ്പൊ ലോയും ജസ്റ്റിസ് തമ്മിലുള്ള വ്യത്യാസം: law is a set of rules which is created and enforced by social or government institution to regulate the conduct. ഇവിടെ എന്താ? ബ്ലാക്ക്സ്റ്റോൺ എന്ന് പറയുന്ന ജൂറിസ്റ്റ് പറയുന്നു ജസ്റ്റിസ് ഈസ് എ റിസർവോയർ. അത് റിസർവോയർ ആണ്, ഒരു സംഭരണിയാണ്. Justice is reserved from where the concept or right, duties and equity evolve. എന്തൊക്കെയുള്ളതാണ്? Justice is a reservoir from where the concept or കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ റൈറ്റും ഡ്യൂട്ടിയും ഇക്വിറ്റിയും അവ ഇവോൾവ് ചെയ്യപ്പെട്ട ഒരു റിസർവോയർ ആണ് ജസ്റ്റിസ് എന്ന് ബ്ലാക്ക്സ്റ്റോൺ എന്ന് പറയുന്ന ജൂറിസ്റ്റ് പറയും. അതിനെപ്പോൾ ജസ്റ്റിസിനെ കുറിച്ച് അരിസ്റ്റോട്ടിൽ പറയുന്നു. അരിസ്റ്റോട്ടിൽ എന്താണ് പറയുന്നത്? ജസ്റ്റിസ് വാസ് വാട്ട് വാസ് ഫെയർ ആൻഡ് ഈക്വാലിറ്റി. വാട്ട് വാസ് ഫെയർ ആൻഡ് ഈക്വാലിറ്റി, ദാറ്റ് ഈസ് ജസ്റ്റിസ്. ഹൂ സെഡ് ദാറ്റ്? ആരാണ് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ. അപ്പൊ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ജസ്റ്റിസ് വാസ് വാട്ട് വാസ് ഫെയർ ആൻഡ് ഈക്വാലിറ്റി. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യൻ ഏറ്റവും വലിയ ലോ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്തൊക്കെയാണ്? അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെയാണ്? ജസ്റ്റിസ്, പിന്നെന്താ? ലിബർട്ടി, പിന്നെന്താ? ഇക്വാലിറ്റി, ഇന്റഗ്രിറ്റി, ഡിഗ്നിറ്റി. അപ്പോ ഇതാണ് ബേസിക് സ്ട്രക്ചറുകൾ: ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് ഡിഗ്നിറ്റി. These are the basic structures of Indian Constitution. പിന്നെന്താ? 3 type of justice ആണുള്ളത്. ഇന്ത്യയിൽ 3 തരത്തിലുള്ള ജസ്റ്റിസ് ആണുള്ളത്: social justice, economic justice and legal justice. There are 3 types of justice. ഏതൊക്കെയാണ്? social justice, economic justice and legal justice.